ഇന്ന് വിരുന്നിൻ്റെ ടീമുള്ളത് മഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലെ വെള്ളില വള്ളിപ്പോക്ക് എന്ന സ്ഥലത്താണ്. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് ഇലാജ് ആയുർവേദ നഴ്സിംഗ് ഹോമിൻ്റെ സാരഥികളായ ഡോക്ടർ ബീരാൻകുട്ടി ഗുരുക്കളെയും അതോടൊപ്പം തന്നെ ഡോക്ടർ ലുക്മാനുൽ ഹക്കീമിനെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും ഇരുവരെയും. നമസ്കാരം. എങ്ങനെയാണ് ഇലാജ് ആയുർവേദ നഴ്സിംഗ് ഹോമിൻ്റെ തുടക്കം? ഇലാജ് ആയുർവേദിക് നഴ്സിംഗ് ഹോം ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം കർണാടകയിലെ ശ്രീധരസ്വാമി ആശ്രമം എന്ന് പറഞ്ഞൊരു വലിയ ആശ്രമം, 300-ൽ പരം അന്തേവാസികൾ വസിക്കുന്ന ഒരു പ്രത്യേക ഏരിയയും ബ്രാഹ്മണ കുടുംബങ്ങളുമാണ് അതിൽ കൂടുതൽ. അവരിവിടെ വന്ന് എന്നെ അങ്ങോട്ട് ക്ഷണിച്ച് അവിടെ പോയി ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഒത്തിണങ്ങാത്തതുകൊണ്ടും നാട്ടിൽ കുടുംബങ്ങൾ പലതും ചേർന്നിരിക്കുന്നത് കൊണ്ടും കുടുംബങ്ങളുമായി എപ്പോഴും വന്നു പോകേണ്ട പ്രയാസം കൊണ്ടും ഞാൻ അവിടുന്ന് വിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് വന്ന് ഇപ്പോൾ കേരളത്തിൽ വന്ന് ഒരു ക്ലിനിക്കോ മറ്റോ തുടങ്ങാമെന്ന ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇലാജിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ബാധ്യതകൾ ആർക്കും വരുത്തി വെക്കാതെ ഏത് വിധത്തിൽ അവരെ സുഖപ്പെടുത്തി വിടാൻ പറ്റുമോ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഞാൻ ഒരു ഒറ്റ ഉദാഹരണം, ഈ മജീദ് എന്ന് പറഞ്ഞ ആളെ തന്നെ സാമ്പത്തികമായി വളരെ പാവങ്ങളാണ്. 60,000 രൂപയോളം ഞങ്ങൾക്ക് ഇവിടെ ചിലവ് വന്നിട്ടുണ്ട്. പാവം അവർക്ക് തരാൻ കഴിയാത്തതുകൊണ്ട് നാട്ടുകാർ പിരിവെടുത്ത് 30,000 രൂപയോളം തന്നുള്ളൂ. ഞങ്ങൾ പറഞ്ഞു അത് മതി, നിങ്ങൾക്ക് സുഖാവനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കേസുകളും ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാതെ സാമ്പത്തികമായ ഒരു വലിയ ബാധ്യത വരുത്തിക്കൊണ്ട് സാമ്പത്തികമായി വളരുക എന്ന ലക്ഷ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സ്വന്തമായി മരുന്നുണ്ടാക്കുന്നു, ഞങ്ങൾ സ്വന്തമായി ചികിത്സിക്കുന്നു. അതുകൊണ്ട് ഇന്നേ വരെ ഈ സമയം വരെ വലിയ ഒരു പ്രോബ്ലങ്ങളൊന്നും കൂടാതെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സുഖപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ലുക്മാനുൽ ഹക്കീം പേരുകൊണ്ട് തന്നെ ആയുർവേദവുമായി അടുത്ത് നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയുടെ പേര് തന്നെയാണ്. ഇലാജ് ആയുർവേദ നഴ്സിംഗ് ഹോമിൽ വളരെ ശാസ്ത്രീയപരമായി ആയുർവേദ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് താങ്കൾ ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരുന്നത്. താങ്കളുടെ പോലുള്ള ന്യൂ ജനറേഷൻ പാരമ്പര്യമായിട്ടുള്ള ഈ ഒരു ആയുർവേദ മേഖലയെ നോക്കിക്കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇലാജിലേക്ക് അതിനെ സങ്കോചിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഇലാജ് അത് എത്രമാത്രം ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നു, പാരമ്പര്യത്തെയും അതുപോലെ തന്നെ ന്യൂ ജനറേഷനിലുള്ള ആയുർവേദ മേഖലയും? ഈ ഒരു ടെക്നോളജിയൊക്കെ വികസിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അവരത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ആ കൺവിൻസ് ചെയ്യിക്കാനും രണ്ട് മേഖലയിലും ആയുർവേദ ശാസ്ത്രത്തെയും അലോപ്പതി ശാസ്ത്രത്തിൻ്റെ പല നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പല അറിവുകളും അതിലുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ അറിവുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ചികിത്സാ രീതി ആയുർവേദത്തിലൂടെ ചികിത്സിക്കുക, അലോപ്പതിയിലൂടെ മനസ്സിലാക്കി കൊടുക്കേണ്ടവർക്ക് ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. ഇലാജ് ആയുർവേദ നഴ്സിംഗ് ഹോമിൻ്റെ ഉൽപ്പത്തിക്ക് തന്നെ കാരണം ഡോക്ടർ ബീരാൻകുട്ടി ഗുരുക്കളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനൊരു സ്ഥാപനം ആരംഭിക്കുന്നത്. 43 വർഷത്തോളം ഏകദേശം ആയുർവേദ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യം, 43 വർഷം ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പാരമ്പര്യമായിട്ട് തന്നെ അവരുടെ ഉപ്പയിൽ നിന്നും പല അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വളരെ നല്ല രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സേവനത്തിലൂടെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ എത്രമാത്രം സംശുദ്ധിയുണ്ട് താങ്കളുടെ അല്ലെങ്കിൽ ഇലാജിൻ്റെ മരുന്നുകൾക്ക്? ഇത് എൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കൂട്ടുകാരനായ ലുക്മാനുൽ ഹക്കീമിൻ്റെ നിർദ്ദേശവും അനുസരിച്ച് ഞങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ അത് നിർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം.
അപ്പോൾ എൻ്റെ എന്തെല്ലാം നിർദ്ദേശോപദേശങ്ങളുണ്ടോ അത് 100% അദ്ദേഹം സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ പ്രവർത്തന മേഖല ഞങ്ങളെ ഇത് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കും വളരെയധികം പുരോഗതിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു പരസ്യങ്ങളുമില്ലാതെ രോഗികളിൽ മാത്രം പരസ്യം വേണം, അത്യാവശ്യ പരസ്യങ്ങൾ മാത്രമേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഡോക്ടർ, താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട രോഗങ്ങൾക്കാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്? ഇലാജ് ആയുർവേദ നഴ്സിംഗ് ഹോമിന്റെ ശക്തി ഏതൊക്കെ രോഗങ്ങൾക്ക് ചികിത്സിച്ചാണ്? ഇലാജ് ആയുർവേദിക് നഴ്സിംഗ് ഹോമിൽ ഇവിടെ വരുന്ന എല്ലാ രോഗികളെയും ചികിത്സിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിൽ തന്നെ കൂടുതലായിട്ട് ഇവിടെ വരുന്ന രോഗികളും പൊതുവെ വാതരോഗങ്ങൾ എന്നുള്ളൊരു ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു 80% രോഗികൾ വാതരോഗങ്ങളായിട്ട് വരുന്നതാണ്. അവർക്ക് വന്ന് നമ്മളെ സമീപിച്ചവർക്കെല്ലാം തന്നെ ഞങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലുള്ള ഗുണം ഇവിടെ വന്നവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു അധ്യാപകന്റെ മകനായി ജനിക്കുകയും പിന്നീട് ആയുർവേദത്തിലേക്ക് വരുമ്പോൾ പാരമ്പര്യമായി കിട്ടിയ പാരമ്പര്യമായി ആയുർവേദത്തെ താങ്കൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇലാജിലേക്ക് വരുമ്പോൾ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടി താങ്കളിലേക്ക് വരുന്നു. എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ കാണുന്നത്? ആയുർവേദത്തെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുന്നതാവില്ല നമ്മൾ ചികിത്സിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനുഭവത്തിലൂടെ തന്നെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് അവരുടെ കീഴിൽ നിന്നുകൊണ്ട് അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ജോലി ചെയ്ത് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുക, ആ രീതിയിലൂടെ നമ്മുടെ കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. പിന്നെ ആയുർവേദത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും ഇലാജ് ഹെർബൽസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്നുണ്ട്. മറ്റ് സൗകര്യങ്ങളെ കുറിച്ചും ചികിത്സകളെ കുറിച്ചും നമ്മൾ ഇന്ന് ഇവിടെ OP IP ഭാഗത്ത് നടക്കുന്ന ചികിത്സകളെ കുറിച്ച് പറയുന്നു. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലോ. ഇതിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു 15 ബെഡുകൾ താഴെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതോട് ഒരു AC റൂം, അതുപോലെ ഒരു ജനറൽ റൂം, ഇതെല്ലാം അത്യാവശ്യം പുറത്തുനിന്ന് വരുന്നവർക്ക്. അതേപോലെ തന്നെ സ്റ്റീം ബാത്തുകൾ, ഉഴിച്ചിൽ, ഞവര, കിഴി, ഇങ്ങനെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയുടെ ഏകദേശം ഭാഗങ്ങളെല്ലാം ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചികിത്സ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തെക്കൻ ജില്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവിടെ ആൾക്കാർ എത്തിക്കൊണ്ട് ഞങ്ങൾ ചികിത്സിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചികിത്സാ രംഗത്ത് ഞങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനില്ലാത്ത ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. അത് തന്നെ അധികം താമസിയാതെ തന്നെ ഞങ്ങൾ മഞ്ചേരിയുടെ പരിസരത്ത് തന്നെ വിപുലമായ തോതിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്രമാത്രം വളർച്ചയിൽ, ഇലാജിന്റെ ഈ ഒരു വളർച്ചയിൽ, ചുരുങ്ങിയ കാലം കൊണ്ടുള്ള ഈ നേട്ടത്തിൽ ആരോടൊക്കെയാണ് താങ്കൾക്കുള്ള നന്ദി? ആദ്യമായിട്ട് എനിക്ക് നന്ദിയുള്ളത് ദൈവത്തോടാണ്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ ഗുരുവര്യനും എൻ്റെ പിതാവുമായ കുഞ്ഞീത് ഗുരുക്കൾ എന്ന് പറയുന്ന എൻ്റെ പിതാവിനോട് തന്നെയാണ് എനിക്ക് രണ്ടാമത്. കാരണം എനിക്ക് അത്രമാത്രം പഠിപ്പിച്ച് എന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ഈ രംഗത്തേക്ക് എത്തിച്ചത് മഹാനാണ്. അതിനോടുകൂടെ തന്നെ ഞാൻ ഒരു ആത്മീയ നേതാവിൻ്റെ പ്രധാന ശിഷ്യനും കൂടിയാണ്. നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. വലിയുല്ലാഹിൽ മടവൂരി എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ശിഷ്യനു കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കിടക്കുന്ന കാലത്ത് എപ്പോഴും അവിടുത്തെ ഒരാളായിട്ട് ജീവിക്കാനെല്ലാം ദൈവം എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസാരിച്ചു. ഇത്രയും വിലപ്പെട്ട സമയം വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിൽ ഡോക്ടർ ബീരാൻകുട്ടി ഗുരുക്കൾക്കും അതോടൊപ്പം തന്നെ ഡോക്ടർ ലുക്മാൻ ഹക്കീമിനും ഞങ്ങളെ ഹൃദയംഗം നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു.